പുതുമുഖ സംവിധായകനാണെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ധ്യാൻ്റെ ഒരു നല്ലൊരു ചിത്രം. അടിപൊളി സ്ക്രിപ്റ്റ്, മേക്കിംഗ് എല്ലാം നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പുതിയ ധ്യാനിൻ്റെ പുതിയ ഒരു ത്രില്ലർ സാധനം അടിപൊളിയായിട്ടുണ്ട്. നല്ല പടം. സ്റ്റാർട്ട് ടു എൻഡ് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. അടിപൊളി. വെരി നൈസ്, ഗുഡ് മൂവി. പടം നല്ല സിനിമയാണ്. നവീൻ ജേക്കബ് എന്ന സംവിധായകൻ്റെ ആദ്യ സിനിമയാണ്. പക്ഷേ ആദ്യ സിനിമ പോലെ തോന്നുന്നില്ല, കാരണം ഗംഭീരമായിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞു സിനിമ വളരെ കഷ്ടപ്പെട്ട് നമ്മൾ കുറച്ച് പേര് കൂടി ചെയ്തൊരു സിനിമ. ക്രൈം ഹേസ്റ്റ് സിനിമകളൊക്കെ ധാരാളം വരുന്നത്. ആ കൂട്ടത്തിൽ ഒരു കൊച്ചു പടം വളരെ പ്രതീക്ഷയോടെയാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ സിനിമ കണ്ടിട്ടുള്ള അഭിപ്രായം പൊതുവെ ഇപ്പോൾ കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് നല്ല രീതിയിലൊക്കെ പറയുന്നു. ബാക്കി ഷോസ് ആൾക്കാർ കാണട്ടെ. നല്ല കോൺസെപ്റ്റാണ്, നല്ല കഥ നന്നായിട്ടുണ്ട്, നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ കാണാവുന്ന എൻ്റർടൈൻ ചെയ്യാവുന്ന ഒരു സിനിമയാണ്. എക്സൈറ്റഡ് ആയിട്ടുള്ള കുറേ പരിപാടികളുണ്ട്, ട്വിസ്റ്റുകളുണ്ട്. സോ ഓവറോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയാണ്. ഓൾ ദ ബെസ്റ്റ്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് ഞാനിപ്പോഴാണ് സിനിമ കണ്ടത്. പാർട്ട്നേഴ്സ് ടൈറ്റിലിനൊരു പർപ്പസ് ഉണ്ടാവുമല്ലോ, അത് തീർച്ചയായിട്ടും ഈ മൂവിയിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. പടമാണ് ഇത്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചൊരു ഇമോഷണൽ മൊമെൻ്റ് കൂടിയാണ്. ഒരു ചെറിയ സിനിമ ഇത്ര നന്നായിട്ട് വരിക എന്ന് പറയുന്നത് തന്നെ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. നവീൻ്റെ ഹാർഡ് വർക്കാണ്. ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്നുണ്ടായൊരു സിനിമ. ആ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ഈ സബ്ജക്റ്റ്. ഞാൻ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. നമ്മൾ കുറേ ദിവസം വർക്ക് ചെയ്ത് നമുക്കൊരു ജഡ്ജ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ ഇത്രയും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ. ഞാൻ പ്രതീക്ഷ ഒത്തിരി മേളിലാണ് സിനിമ. അത് നവീൻ്റെ ഒരു ഇതാണ്. നവീൻ അത് കഴിഞ്ഞ് നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ടും വീണ്ടും അതിൽ വർക്ക് ചെയ്ത് വീണ്ടും ചില സംഭവങ്ങൾ എക്സ്ട്രാ ഷൂട്ട് ചെയ്യുകയും അന്നേരം ഇതൊന്നും നമുക്കറിയില്ലായിരുന്നു. അത് നവീൻ്റെ ഒരു എനിക്കൊന്നൊരു എഫേർട്ടും ആ ഒരു ഏർജുണ്ട്. ഒരു ഫസ്റ്റ് പടം അത് ഹിറ്റടിക്കണം എന്നുള്ള അതിനുവേണ്ടി അയാൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്ത് ദിനേശ് കൊല്ലപ്പള്ളി ഉണ്ടായിരുന്നു. ആൻഡ് ഒരുപാട് പേര്. ഇപ്പോൾ പ്രശാന്തേട്ടൻ്റെ ക്യാരക്ടറൊക്കെയാണ്. പ്രശാന്തേട്ടനൊക്കെ നവീൻ്റെ നിങ്ങളത് കണ്ടാണോ നിങ്ങൾ? പുള്ളി മറ്റേ നവീൻ്റെ റൂംമേറ്റാണ്. അങ്ങനെ പറഞ്ഞ് പുള്ളി നൈസായിട്ട് സൈഡിൽ കൂടെ കയറി ചെറിയ നായകൻ കളി കളിച്ചിട്ട് അങ്ങനെ ചെറിയൊരു സംശയം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ കുറേ നാൾ കഷ്ടപ്പെട്ടത്. പുള്ളി നൈസായിട്ട് 2 ദിവസം കൊണ്ട് പരിപാടി ചെയ്തു. സോ എനിക്കൊന്ന് വർക്കായിട്ടുണ്ടെന്നാണ് കണ്ടവരെല്ലാം അഭിപ്രായം പറയുന്നത്. സോ ഹോപ്പ്ഫുള്ളി നന്നായി വരും. ആദ്യമായിട്ട് എനിക്ക് ക്ലൈമാക്സിൽ കൈയടി കിട്ടുന്നു. ഹാപ്പിയാണ്. സിനിമ ഒരു മറ്റ് സിനിമകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ സിനിമയാണ്. പക്ഷേ കണ്ടവർ എൻ്റർടൈൻഡ് ആയിരുന്നു, എൻജോയ് ചെയ്തിരുന്നു എന്നൊക്കെ ലാസ്റ്റിലെ കൈയടി കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ പാർട്ട്നേഴ്സ് കാണാൻ പറ്റുന്നവരൊക്കെ ഈ സിനിമയെ പ്രോത്സാഹിപ്പിക്കുക. അടിപൊളി പടമാണ്.